നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ ഇന്നലെ 450 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എന്നാൽ 702 പേർക്കാണ് രോഗം ഭേദമായത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന 2 പേർ ഇന്നലെ മരണപ്പെടുകയും ചെയ്തതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതുവരെ 46,133 പേർക്കാണ് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 34,405 പേരും രോഗമുക്തരായി. ഇതുവരെ 307 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. 44,291 ടെസ്റ്റുകൾ നടത്തിയതിൽ നിന്നാണ് പുതിയ 450 കോവിഡ് രോഗികളെ കണ്ടെത്തിയതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പുതിയതായി രോഗം സ്ഥിരീകരിച്ചവരുടെ എല്ലാം ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ അറിയിച്ചു. ബഹ്റൈനിൽ പുതുതായി 508 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 317 പേർ പ്രവാസി തൊഴിലാളികളാണ്. 189 പേർക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചവരുമായുള്ള സമ്പർക്കം മൂലമാണ് രോഗം ബാധിച്ചത്. 2 പേർക്ക് യാത്രയിൽ നിന്ന് വൈറസ് ബാധയേൽക്കുകയായിരുന്നു. ബുധനാഴ്ച മാത്രം 8,735 കോവിഡ് പരിശോധനകളാണ് ബഹ്റൈനിൽ നടത്തിയത്. ഇതുവരെ 5 ലക്ഷത്തിൽ പരം കോവിഡ് ടെസ്റ്റുകൾ ബഹ്റൈനിൽ നടത്തിയിട്ടുണ്ട്. 527 പേർക്ക് പുതുതായി രോഗം ഭേദമാവുകയും ചെയ്തു. ഇതോടെ ഇതുവരെ കോവിഡ് ഭേദമായവരുടെ എണ്ണം 17,977 ആയി. ചികിത്സയിൽ കഴിയുന്ന 162 പേരിൽ 38 പേരുടെ നില ഗുരുതരമാണ്. ആകെ രോഗികളായ 5,525 പേരിൽ 5,487 പേർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ 909 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 558 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. ഇതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം 42,788ഉം രോഗമുക്തി നേടിയവരുടെ എണ്ണം 33,367 ഉയർന്നു. 24 മണിക്കൂറിനിടെ 2 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം 339 ആയി. പുതിയ രോഗികളിൽ 479 പേർ കുവൈറ്റ് പൗരന്മാരാണ്. ഫർവാനിയ ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന 243 പേർക്കും ഹവല്ലി ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന 150 പേർക്കും അഹമ്മദിയിൽ നിന്നുള്ള 176 പേർക്കും ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 97 പേർക്കും ജഹറയിൽ നിന്നുള്ള 243 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി. ഒമാനിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 2 പേർ കൂടി മരിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 144 ഉയർന്നു. രാജ്യത്ത് ഇന്ന് 1,366 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതിൽ 680 ഒമാൻ സ്വദേശികളും 686 പേർ വിദേശികളുമാണ്. ഇതോടെ ഒമാനിൽ കോവിഡ് രോഗം ബാധിച്ചവരുടെ എണ്ണം 34,902 ഉയർന്നു. ഇതിൽ 18,520 പേർ സുഖം പ്രാപിച്ചുവെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഒമാനിൽ COVID-19 ബാധിച്ച് 2 മലയാളികളാണ് ഇന്ന് മരിച്ചത്. പത്തനംതിട്ട കോഴഞ്ചേരി പാറേലിൽ മാത്യു ഫിലിപ്പ് എന്ന സണ്ണിയും പാലക്കാട് തിരുവല്ലാമല പഴമ്പാലക്കോട് തോട്ടത്തിൽ വീട്ടിൽ ശശിധരൻ എന്നിവരാണ് മരിച്ചത്. ഇതോടെ ഒമാനിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 11 ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് മാത്യു ഫിലിപ്പ് മരിച്ചത്. കോവിഡ് ലക്ഷണങ്ങളെ തുടർന്ന് ഈ മാസം 2 മുതൽ റൂവിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. രോഗം ഗുരുതരമായതിനെ തുടർന്ന് 17-ാം തീയതി റോയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ദിവസങ്ങളായി ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം. 46 വർഷമായി ഒമാനിൽ പ്രവാസിയായ മാത്യു ഫിലിപ്പ് ഹൈപ്പർ മാർക്കറ്റ് നടത്തി വരികയായിരുന്നു. ശശിധരനും ബുധനാഴ്ച രാത്രി റോയൽ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. കോവിഡ് ബാധയെ തുടർന്ന് ഈ മാസം 8-ന് അൽ നഹ്ദ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ശശിധരനെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് റോയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 15 ദിവസമായി ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. റൂവി ഹമരിയയിൽ തയ്യൽ ജോലിക്കാരനായിരുന്നു ഇദ്ദേഹം. നേരത്തെ സൗദിയിൽ പ്രവാസിയായിരുന്ന ശശിധരൻ 1 വർഷം മുമ്പാണ് ഒമാനിൽ എത്തിയത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിന്റെ 2ാം ഘട്ടം ഖത്തറിൽ ജൂലൈയിൽ തുടങ്ങുന്നതായിരിക്കും. ജൂലൈ 1 മുതൽ വിവിധ സർക്കാർ സ്വകാര്യ ഓഫീസുകളിൽ പകുതി ജീവനക്കാർക്ക് ജോലിക്കെത്താം. കോവിഡ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാവണം ജീവനക്കാർ ഓഫീസിലെത്തേണ്ടത്. 50% ജീവനക്കാർ ഓഫീസിലെത്തുമ്പോൾ ബാക്കിയുള്ളവർ വീട്ടിലിരുന്ന് ജോലി ചെയ്യണം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ ഥാനിയുടെ അധ്യക്ഷതയിൽ വീഡിയോ കോൺഫറൻസിലൂടെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഉന്നയിച്ചത്. എന്നാൽ രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ ജൂലൈ 1 മുതൽ പരമാവധി 60% ജീവനക്കാരുമായി പ്രവർത്തിക്കാവുന്നതാണ്. കോവിഡിനെതിരായ വാക്സിൻ ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യത്തിലോ ലഭ്യമാക്കാനാവുമെന്ന് UAE ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ 3ാം ഘട്ടം ആരംഭിച്ചതായും ബുധനാഴ്ച UAE അധികൃതർ അറിയിക്കുകയുണ്ടായി. ചൈനയുമായുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് UAEയുടെ പരീക്ഷണം എന്നത് തികച്ചും UAEയുടെ തലവര തന്നെ മാറ്റുകയാണ്. ലോകത്ത് ആദ്യമായാണ്
ഒരു കോവിഡ് വാക്സിൻ മൂന്നാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിലേക്ക് കടക്കുന്നതെന്നും UAE അധികൃതർ അവകാശപ്പെടുന്നു. ചൈനീസ് കമ്പനിയായ സിനോഫാം, അബുദാബി ആസ്ഥാനമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനമായ ഗ്രൂപ്പ് 42 എന്നിവ തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച ധാരണ പ്രകാരമാണിത് എന്നാണ് ലഭ്യമാക്കുന്ന വിവരം. വന്ദേ ഭാരത് മിഷന്റെ മൂന്നാം ഘട്ട ഷെഡ്യൂളിൽ കുവൈറ്റിനെ ഒഴിവാക്കിയത് പ്രവാസികൾക്ക് തിരിച്ചടിയായി മാറി. ജോലി നഷ്ടപ്പെട്ടും വിസ കാലാവധി കഴിഞ്ഞും അടിയന്തര ചികിത്സയ്ക്കും പ്രസവത്തിനുമായി നാട്ടിലേക്ക് പോകാനിരുന്ന ആയിരങ്ങൾക്കാണ് തിരിച്ചടിയായത്. ഈ മാസം 14 ശേഷം കേരളത്തിലേക്ക് വന്ദേ ഭാരത് വിമാനം കുവൈറ്റിൽ നിന്ന് സർവീസ് നടത്തിയിട്ടില്ല. പകരം സ്വകാര്യ എയർലൈനുകൾക്കാണ് ചാർട്ടേഡ് വിമാനത്തിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. PPE കിറ്റ് ധരിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന നിർദ്ദേശം പ്രവാസികൾ നേരത്തെ സർക്കാരിന് മുന്നിൽ പങ്കുവച്ചെങ്കിലും നിഷേധാത്മകമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ സൗദിയിലെ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ മന്ത്രി KT ജലീൽ പോലും തള്ളിക്കളഞ്ഞു. ഒടുവിൽ PPE കിറ്റ് എന്ന നിർദ്ദേശം സർക്കാരിന് സ്വീകരിക്കേണ്ടി വന്നു. വിമാനയാത്രയ്ക്ക് മുൻപ് കോവിഡ് പരിശോധന ഗൾഫിൽ പ്രായോഗികമല്ലെന്നും PPE കിറ്റുകൾ ധരിക്കലാണ് സാധ്യമായ വഴിയെന്ന് പ്രവാസി സംഘടനകൾ തുടക്കം മുതലേ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങളോട് നിഷേധാത്മകമായ സമീപനമാണ് സർക്കാർ പുലർത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം സൗദിയിലെ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ചർച്ചയിൽ മന്ത്രി KT ജലീൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ തീരുമാനമനുസരിച്ച് PPE കിറ്റ് ധരിച്ച് പ്രവാസികൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഗൾഫിൽ നിന്നുള്ള ചാർട്ടേഡ് വിമാന സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ബന്ധപ്പെട്ട വിമാന കമ്പനികൾ നേരിട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇനി അനുമതി വാങ്ങേണ്ടത്. നിലവിൽ ചാർട്ടേഡ് വിമാനങ്ങൾ നടത്തുന്ന സംഘടനകളും കമ്പനികളും മറ്റുമായിരുന്നു അപേക്ഷ നൽകേണ്ടിയിരുന്നത്. ബന്ധപ്പെട്ട എയർ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്ററാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കേന്ദ്ര സർക്കാരുമായും അതത് രാജ്യങ്ങളിലെ ഇന്ത്യൻ അധികൃതരുമായി വിമാന കമ്പനി തന്നെ ബന്ധപ്പെടണം. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്ന യാത്രാ നിയന്ത്രണങ്ങൾ UAE ഒഴിവാക്കി. 3 മാസം നീണ്ടുനിന്ന ദേശീയ അണുനശീകരണ പരിപാടിയുടെ ഭാഗമായാണ് UAE-യിലുടനീളം യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. അണുനശീകരണം പൂർത്തിയായതോടെ രാത്രിയിലടക്കമുള്ള എല്ലാ യാത്രാ നിയന്ത്രണങ്ങളും നീക്കിയതായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രാജ്യത്തുടനീളം ഏത് പ്രായക്കാർക്കും ഇനി ഏത് സമയത്തും യാത്ര ചെയ്യാം. പ്രായമായവർക്കും കുട്ടികൾക്കും ഇനി മോളുകളിലും ഭക്ഷണശാലകളിലും അടക്കം എല്ലായിടത്തും പ്രവേശനം ഉണ്ടാകും. ഓഫീസിലെയും വീട്ടിലെയും ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്തി സൂപ്പർ മാർക്കറ്റുകളിൽ പോയി സാധനങ്ങൾ വാങ്ങിയിരുന്നതിന് പകരം വിരൽത്തുമ്പിൽ ഓർഡർ ചെയ്താൽ ആവശ്യമായ സാധനങ്ങൾ വീട്ടുപടിക്കൽ ലഭിക്കുന്ന വർത്തമാനകാലത്തിലാണ് നാം എല്ലാം നിൽക്കുന്നത്. പ്രത്യേകിച്ചും COVID-19 വരവ് ഓൺലൈൻ കച്ചവടത്തിന്റെ കുത്തൊഴുക്കിന് കാരണമായി മാറി. ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടെ വാങ്ങലും വിൽപ്പനയും മാത്രമല്ല ഭൂരിഭാഗം സർക്കാർ സ്വകാര്യ മേഖലകളിലെ സേവനങ്ങളും ഓൺലൈൻ വഴി തന്നെ പൂർത്തിയാക്കാമെന്നത് വലിയ ഡിജിറ്റൽ പരിവർത്തനത്തിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാണ്. ഇതിനോടകം തന്നെ ഡിജിറ്റൽ പരിവർത്തനത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഖത്തറിൽ ഇനി മുതൽ ഏത് സാധനവും ഓൺലൈൻ വഴി വീട്ടുപടിക്കൽ എത്തിച്ചേരും. ഓൺലൈൻ ഡെലിവറി മേഖലയിലും സ്വദേശവൽക്കരണം കൊണ്ടുവരാൻ ഒമാൻ. ഓൺലൈൻ ഡെലിവറി സേവനങ്ങൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ഫുതൈസി പറയുകയുണ്ടായി. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് സ്വദേശവൽക്കരണം കൊണ്ടുവരുന്നത്. കോവിഡ് സംബന്ധിച്ച് സുപ്രീം കമ്മിറ്റിയുടെ 11ാമത് വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.